ഒരു പ്രമുഖ ഓൺലൈൻ പ്രഭാഷകൻ പറയുന്നു, പഞ്ചസാര കഴിച്ചു നോക്കുന്നതാണോ പഞ്ചസാരയെപ്പറ്റി ഏറ്റവും അറിയാൻ നല്ല മാർഗം, അതോ പഞ്ചസാരയെക്കുറിച്ചൊരു സെമിനാർ അറ്റൻഡ് ചെയ്ത് നോക്കുന്നതാണോ, പഞ്ചസാരയെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നോക്കുന്നതാണോ നല്ലത്? അദ്ദേഹം അവസാനം തന്നെ പറയുകയാണ് പഞ്ചസാര കഴിച്ചു നോക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷെ ഞാനപ്പോൾ ആലോചിച്ചു, കഴിച്ചു നോക്കിയാൽ അതിൻ്റെ രുചി മാത്രമല്ല അറിയാൻ പറ്റുള്ളൂ. ശരിയാണ്, ഇത് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ തീർച്ചയായും യോജിക്കുന്നു. കഴിച്ചു നോക്കിയാൽ മാത്രമേ അതിൻ്റെ രുചി അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അറിയാൻ, ഇത് കഴിച്ചാലുണ്ടാവുന്നതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അറിയാൻ, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയോ സെമിനാർ അറ്റൻഡ് ചെയ്യുകയോ ഒക്കെ തന്നെ ചെയ്യണം. അതിന് പല പ്രശ്നങ്ങളും ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. പഞ്ചസാരയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പഞ്ചസാര ഒഴിവാക്കണമെന്ന് വരുന്നവരുമുണ്ട്. അദ്ദേഹം ഇത് ഉപയോഗിച്ചത് ദൈവവുമായിട്ട് തത്തുല്യപ്പെടുത്തിയാണ്. ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തെ രുചിച്ച് നോക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം, ദൈവത്തെ വിശ്വസിക്കണം. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ശരിക്കും ആ സമയത്ത് നമുക്ക് രുചിയെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ശരിക്കും പ്രാർത്ഥനയായിട്ടുള്ള കുഴപ്പങ്ങൾ അത് മനസ്സിലാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആശയത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. നല്ല ഉദാഹരണം തന്നെയാണ് നമ്മൾക്ക് വേണ്ടി പറഞ്ഞത്.